അനി എഴുന്നേറ്റ്. കല്യാണോയമ്പ് തുടങ്ങുന്ന ദിവസമായിട്ട് പെൺപിള്ളേർ ഒരെണ്ണം പള്ളിയിൽ പോയിട്ടുണ്ടോ? കുരുത്തം കെട്ടതുങ്ങള്. എനിക്ക് മേലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാൻ രാവിലെ പള്ളിയിൽ പോയേന്. ആഹാ വന്നല്ലോ എഴുപന്നപ്പാറായിയുടെ മക്കളെ. വല്യമ്മച്ചോട് ഇതൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞേ? ഞാൻ കഴുകി വെച്ചോളാം. ഇനിയാ അവള് മല പറിക്കാൻ വരുന്നേ. നീ വേഗം പോയി ചായ ഇടുതി വന്നേ. മാത്തച്ഛൻ പള്ളിന്ന് വരാറായി. ഇങ്ങ് തന്നെ. വേണ്ട, നീ ഒന്നും ചെയ്യണ്ട. നീ പോയി റെഡിയായി ജോലിക്ക് പോകാൻ നോക്കാം. ഇവിടെ ഒരു പണിയില്ലാത്തതുങ്ങളുണ്ടല്ലോ വേറെ. ഓ അതിനെന്താ വല്യമ്മച്ചി, 10 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡിയാവില്ലേ? ഇവളെ പോലെ പള്ളി നീരായിട്ടും അണിഞ്ഞൊരുക്കോ എനിക്കില്ലല്ലോ. ഒന്ന് പോ ചേച്ചി. ഓടിയോടുന്നു. നീ പോടി. വല്യമ്മച്ചി, അപ്പച്ചൻ വന്നു. അപ്പച്ചൻ ഇത് എന്നാ പണിയാ കാണിച്ചേ? പള്ളി പോയപ്പോ എന്നെ ഞങ്ങളെ വിളിക്കാഞ്ഞേ? വിളിക്കാത്തതാ ഇപ്പൊ കുറ്റം. കള്ളികള് ഉണന്ന് കിടന്നാലും കള്ളയിറക്കം നടിച്ചു കിടക്കും. ഒരെണ്ണത്തിന് ജൈവ വിചാരം. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അപ്പച്ചനും വല്യമ്മച്ചും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പള്ളിയിൽ പോയിട്ട് നീ എന്നാ ഇത്ര വൈകിയത്? പള്ളി വെച്ച് ഞാൻ നമ്മുടെ അറക്കലച്ഛനെ കണ്ടായിരുന്നു. ഏത് നാട്ടിൽ? നമ്മുടെ ഇടവകയിലിരുന്ന അച്ഛനോ? അച്ഛൻ ഇപ്പോ നമ്മുടെ ഈ ഇടവകയിലേക്ക് സ്ഥലം മാറി വന്നിരിക്കുക. അതെയോ? അച്ഛൻ എന്നാ പറഞ്ഞു? എന്നതാടാ ഒന്നും മിണ്ടാത്തത്? തച്ചമ്പള്ളിക്കാര് നമ്മുടെ അതിനെ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അമ്മച്ചി. എന്റെ കർത്താവേ, എത്രയെത്ര നല്ല ആൾക്കാരെ നീ അങ്ങോട്ട് വിളിക്കുന്നു. ആ ദുഷ്ടന്മാരെ ഇങ്ങനെ പന പോലെ വളർത്തിയിട്ട് നിനക്ക് എന്നാ കിട്ടാനാ? ആ കാലവാടന്മാരെ നീ എന്നാ അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ജനിച്ച മണ്ണിൽ എന്താ കിളിക്കണ്ടാടി. നിന്റെയൊക്കെ അപ്പന്റെ അപ്പം മരിച്ച മണ്ണിൽ കിടന്ന് മരിക്കാൻ ആ ദുഷ്ടന്മാര് സമ്മതിക്കത്തില്ല. അവന്റെയൊക്കെ തല തെറിച്ചു പോകത്തേ ഉള്ളൂ. ഓടിയകത്ത് അടി പോകാൻ. നേരത്തെ വർക്ക്ഷോപ്പ് തുറക്കണം. ആ മില്ലുകാരന്റെ വണ്ടി കൊടുക്കട്ടോ മോളെ. അപ്പച്ച, പുലിക്കാട്ടിൽ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുരക്ഷിക്കാൻ ഈ മകന് കെൽപ്പ് തരണേ. ആലീസേ, ഒന്നിങ്ങി വന്നേ. യെസ് സർ. ആ, ലെറ്റർ അയച്ചിട്ടും വണ്ടികളുടെ CC കുടിശ്ശികൾ തീർക്കാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ട് സർ. വായിച്ചേ. നീണ്ടൂർ തൊമ്മി, KP ചന്ദ്രശേഖരൻ, മോനിപ്പള്ളി ജോയി, CK ജീവൻ. ഇവരൊക്കെ 6 മാസമായിട്ട് ഒരു പൈസ പോലും അടച്ചിട്ടില്ല സർ. എന്റെ കർത്താവേ, ഞാൻ തെണ്ടുവല്ലോ. ആ അന്തോണി പോയി അന്വേഷിച്ചിട്ട് എന്തായി? അന്തോണിച്ചേട്ടൻ ചെന്നപ്പോ നീണ്ടൂർ തൊമ്മി ഭീഷണിപ്പെടുത്തി വിട്ടെന്നാ പറഞ്ഞത്. എന്നതാ ഭീഷണിപ്പെടുത്തി വിട്ടെന്നോ? അന്തോണി വരുമ്പോ എന്നൊന്ന് കാണാൻ പറ. ഈ പുലിക്കാടൻ ആരാണെന്ന് തൊമ്മിയെ ഞാൻ കാണിച്ചു കൊടുക്കാം. പോക്കോ. ആശാൻ രാവിലെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണല്ലോ. എടാ, എന്റെ ഫ്യൂൽ ലൈൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കുര്യാപ്പള്ളി പറഞ്ഞതൊക്കെ ശരി. പക്ഷെ മൂത്ത 2 പെമ്പിള്ളേർ നിൽക്കുമ്പോ ഇളയിന്റെ കല്യാണം നടത്താന്ന് വെച്ചാ അത് ശരിയാവത്തില്ല. ഓ, ആശാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഒത്തു വന്നതങ്ങ് നടത്തണം. ഈയിടെ അങ്ങനെ ഒപ്പിച്ചിട്ട് 2-3 എണ്ണം വാങ്ങിച്ചു കൂട്ടിയത് ഞാൻ കേട്ടു. സത്യം പറയാമല്ലോ, 5-6 എണ്ണം കിട്ടി. ഖത്തറി ജോലിയുള്ള ചെറുപ്പക്കാരന്റെ കല്യാണം ഞാൻ നടത്തി. അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിൽ വന്നു. ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു.
പറഞ്ഞിട്ട കാശൊക്കെ എനിക്ക് തന്നിരുന്നു. ഇനിയും വല്ലതൊക്കെ കിട്ടുമെന്ന് കരുതി നിൽക്കുമ്പോ അവൻ 5-6 ഇടി എനിക്കിട്ട. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം കല്യാണം കഴിച്ച പെണ്ണിന്റെ കാലി മന്തുണ്ടെന്ന്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ എവിടെയെല്ലാം മന്തുണ്ടെന്ന് എനിക്ക് തപ്പി നോക്കാൻ ഒക്കുവോ? ആ പിന്നെ ആശാന്റെ മൂത്ത മോളാണ് ഊമ. അതിന്റെ ഇളയനാണ് പഠിപ്പില്ല. ആലീസിന് ജോലി ഉള്ളത് കൊണ്ടാണ് പൊന്നും പണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ വരുന്നത്. അതങ്ങ് നടക്കട്ടെ, ബാക്കിയുള്ളവർക്ക് നമുക്ക് വഴിയുണ്ടാക്കാമെന്ന്. അതൊക്കെ ശരി. പക്ഷെ മോളിക്കുട്ടിയുടെ ഡേസിയുടെ കല്യാണം നടക്കാതെ ആലീസിന്റെ ആലോചിക്കുന്ന പ്രശ്നമില്ല. ഞാൻ നടത്തുകയില്ല. എടാ മോനെ, മോളിക്കുട്ടിയെ കെട്ടിക്കാതെ ഇളയതുങ്ങടെ കാര്യം നടത്തിയാൽ അവള് വീട്ടിലിരുന്ന് മൂത്ത് നരച്ചു പോകും. കുറച്ചു ബുദ്ധിമുട്ടിയാലും അവിടെ കല്യാണം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം തീരുമാനിക്കുന്നത്. അവക്ക് എന്നതാടാ ഒരു കുറവ്? സംസാരിക്കാൻ കഴിവില്ലെങ്കിലും എല്ലാവരെക്കാളും കാണാൻ നല്ലത് അവളല്ലയോ? ആ സൗന്ദര്യം കൂടിയതാ അവക്ക് വന്ന കുഴപ്പം. സൗന്ദര്യമൊന്നുമല്ല അമ്മച്ചി ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രധാനം. ജോലിയുണ്ടോ അത് മതി. രണ്ടുപേർക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. എന്തിനാ എന്നും രാത്രിയാവുമ്പോ അപ്പച്ചനും വല്യമ്മച്ചും കൂടെ കല്യാണാലോചന നടത്തുന്നേ? നടക്കേണ്ടതൊക്കെ ആ നേരത്തെങ്ങ് നടന്നോളും. ചേച്ചിയുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. നേരെ ഒരുപാടായി, വന്ന് കിടക്കാൻ നോക്ക്. കർത്താവേ, എല്ലാം മംഗളമായിട്ട് നടക്കണേ. സണ്ണി, എല്ലാ കാര്യങ്ങളും ഏറ്റല്ലോ. ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേണ്ട അച്ചായ. മുതലാളി നമ്മുടെ സ്വന്തം ആളല്ലേ. ഈ സണ്ണിയാ പറയുന്നത് അച്ചായന്റെ ഈ വണ്ടിക്ക് 70,000 CC വാങ്ങി തന്നിരിക്കും. എന്നാ അറിയാ? പിന്നല്ലാതെ നല്ല കണ്ടീഷൻ വണ്ടിയല്ലയോ? എന്നാ ക്ലച്ചും സ്റ്റിയറിംഗും ബ്രേക്കുവാ. ഓടിക്കാൻ തന്നെ എന്നാ സുഖ. ഏത് കോത്തായത്ത് കാരണം ഈ വണ്ടിക്ക് കണ്ണു അടച്ച് പാട്ടും പാടി 70,000 വരും. അറച്ചു കുഞ്ഞു അച്ഛാ, നമ്മുടെ കമ്മീഷന്റെ കാര്യം മറക്കരുത്. ആദ്യം ഇടപാട് നടക്കട്ടെ, പിന്നല്ലേ കമ്മീഷൻ. ഒന്ന് ക്ഷമിക്കേണ്ട അച്ചായ, വിവരമില്ലാത്തോണ്ട് പറഞ്ഞതല്ലേ. കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടന്ന പറഞ്ഞതോടെ ഇരട്ടി തരാനും അച്ചായം മടിക്കത്തില്ല. വാ. വന്നാട്ടച്ചാ. Good morning. Please take your seat. Thank you. What can I do for you? The finance his jeep CC arranged by Mahindra Diesel International. ഇദ്ദേഹത്തിന്റെ ജീപ്പിന്റെ പേരിൽ ലോൺ എടുക്കാമെന്ന്. ആദ്യം പുലിക്കാടൻ സാറിനെ കണ്ട് സംസാരിച്ചിട്ട് വരൂ. ഓക്കെ, താങ്ക് യു മാഡം. നോ മെൻഷൻ പ്ലീസ്. വെൽക്കം. ഇറ്റ്സ് ഓൾ റൈറ്റ്. വെരി സ്മാർട്ട്. വണ്ടിക്ക് CC തന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതാ കറക്റ്റ് ടൈമിന് പണം അടയ്ക്കണമെന്ന്. നീ അടച്ചോ? ഇല്ലല്ലോ. എന്താ അടയ്ക്കാത്തെ? വണ്ടിയുടെ RC ബുക്കും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും എന്റെ കയ്യിലാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വെറും വണ്ടി മാത്രമേ ഉള്ളൂ നിന്റെ കയ്യിൽ. ആദ്യത്തെ 1-2 മാസം നീ കറക്റ്റ് ആയിരുന്നു എന്നെ സൂചിപ്പിക്കാൻ. ഇനി 4 കുടിശ്ശികൾ കൂടി ബാക്കിയുണ്ട്. പറ്റത്തില്ല ജോസേ, പറ്റത്തില്ല. നാളെ 10 മണിക്കകം പണം അടച്ചില്ലെങ്കിൽ ഈ പുലിക്കാടൻ ആരാണെന്ന് നീ അറിയും. നിന്റെ വണ്ടി എന്റെ ഷെഡേ കിടക്കും. വേണ്ട വേണ്ട, നീ ഒന്നും ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. പണം വാങ്ങാൻ വരുമ്പോഴുള്ള സ്നേഹവും വിനയവും ദൈവവിചാരവും ഒന്നും അത് കൈ കിട്ടിക്കഴിയുമ്പോ കാണത്തില്ലെന്നേ. അപ്പോ നിങ്ങളൊക്കെ എന്നാത്തിനാ വന്നേ? വണ്ടിക്ക് ഫൈനാൻസ് കിട്ടുമെന്ന് അറിയാമെന്ന. ഓഹോ, നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ കടമറ്റന്ന് വരിക. ഞാൻ സണ്ണി, ഇവൻ കറിയാച്ചൻ, ഇത് ഈനാശേട്ടൻ. ഈനാശ് ചേട്ടന്റെ 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പ് ഈട് വെച്ചിട്ട് 70,000 രൂപ കടം തരണം. CC വണ്ടി കണ്ടീഷനാ, ഡോക്യുമെന്റ്സ് കറണ്ടാ. ഈനാശേട്ടൻ ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്ന ആളാ. ഓഹോ, അത് കേസും പ്രശ്നമൊക്കെ ആയി അല്പം പ്രോബ്ലത്തിലാ. ഇപ്പൊ ഈ ഒരു ജീപ്പേ ഉള്ളൂ. കുറച്ച് രൂപയുടെ അത്യാവശ്യം വന്നോണ്ടാ അല്ലെ? അതെ. ദൈവം എന്ന് പറയുന്നവൻ ഭയങ്കര ബുദ്ധിമാനാ. പുള്ളിക്കാരൻ അറിയാം ആരുടെ കയ്യിൽ പണം കൊടുക്കണം, ആരുടെ കയ്യിൽ പണം കൊടുക്കണ്ടെന്ന്. ഞാൻ പണം നശിപ്പിക്കുകയല്ലെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അങ്ങേര് വാരിക്കോരി തരുന്നത്. പേരെന്താന്നാ പറഞ്ഞേ? ഈന്തപ്പുരയിൽ ഈനാശു. ഈന്തപ്പഴം ഈനാശു. പഴമല്ല, പൊര. പോരെ എങ്കിൽ പോരാ. ഈനാശുവിന് കൊടുത്താൽ നശിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത് കൊടുക്കാത്തതും. ശരിയല്ലേ മിസ്റ്റർ ഈനാശു? ഞാൻ ഈനാശുവിന് പണം കൊടുത്താ
കർത്താവ് എന്നോട് ചോദിക്കും, എടാ പുലിക്കാടാ വിവരദോഷി, ഞാൻ നിനക്ക് സൂക്ഷിക്കാൻ തന്ന പണം നീ അത് സൂക്ഷിക്കാൻ അറിഞ്ഞൂടാത്തവൻ എന്തിനു കൊടുത്തു എന്ന്. അപ്പൊ ഞാൻ പറയും, എന്റെ കർത്താവേ, 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പിന്റെ മുതല് കണ്ടിട്ടാണേ ഞാൻ 45,000 രൂപ കൊടുത്തത് എന്ന്. അയ്യോ 45,000 പോരെ മുതലാളി, ഒരു 70,000 കിട്ടിയാലേ കാര്യം നടക്കൂ. ഓ പറ്റുകേല. ഒരു 60,000 രൂപയെങ്കിലും. പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ ഒരു 50,000 വേണമെങ്കിൽ 45,000 രൂപ മേടിച്ചോണ്ട് പോടാ കൊച്ചനെ. സമ്മതമാണെങ്കിൽ RC ബുക്കും വണ്ടിയുടെ പേപ്പറും ഒക്കെ ആലിസിനെ ഏൽപ്പിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വാ. അയ്യോ ശരി. ആ എമൗണ്ട് തീരെ കുറവായി പോയി മുതലാളി. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈനാശോട്ടാ? ഈ ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്ന് പറയുന്ന പോലെ ചേട്ടൻ കൂടുതൽ ചോദിക്കും. മുതലാളിക്ക് അതിന്റേതായിട്ടുള്ള പരിമിതികളില്ലേ, അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല അപ്പോഴേ നിങ്ങൾ ആരുടെ മുതലാളി സൈഡിലാണ്? ഒന്നും പറയണ്ട. ആ. ദൈവം മുതലാളിയോട് 45,000 രൂപ തരാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതൊരു പൈസ പോലും ഞങ്ങൾ കൂടുതൽ വെക്കത്തില്ല. ഞങ്ങളും കുടുംബത്തിൽ പറഞ്ഞ ഈശ്വര വിശ്വാസികളാണ്. അയ്യോ എനിക്കത് പോരാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ 85 മോഡൽ ഒരു മഹീന്ദ്ര ജീപ്പിന് കിട്ടാവുന്ന ഒരു മാക്സിമം അല്ലേ? എന്താ ഇത്? ഒന്നുമില്ല പുള്ളി ഹാപ്പിയാ, വളരെ ഹാപ്പിയാ. ഇങ്ങോട്ട്. നോക്കോ. നാളെ വരാം. ഏ? ഓ